നമസ്കാരം. BSNL തങ്ങളുടെ ₹1 ഫ്രീഡം പ്ലാൻ ഓഫർ ഡിസംബർ 1 മുതൽ വീണ്ടും അവതരിപ്പിച്ചിരിക്കുകയാണ്. പൊതുജനത്തിന്റെ അഭിപ്രായം കണക്കിലെടുത്തു തന്നെയാണ് ഈ ഓഫർ വീണ്ടും ലഭ്യമാക്കിയിരിക്കുന്നത്. ഇതാണ് BSNL വിശദീകരിക്കുന്നത്. ടെലികോം വിപണിയിൽ പുതിയ വരിക്കാരെ തന്നെ നേടുന്നതിൽ BSNLന്റെ പ്രധാനമായും സഹായിക്കുന്ന ഒരു ഓഫർ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ₹1 ഓഫർ എന്ന് പറയാം. എന്നാൽ BSNLന് മാത്രമല്ല, അതിന്റെ പ്രധാന എതിരാളികളായ വോഡഫോൺ ഐഡിയയ്ക്കും ₹1 പ്ലാൻ ഉണ്ട്. എന്നാൽ BSNL പ്ലാനിന്റെ ഉദ്ദേശമല്ല ഈ ₹1 VI പ്ലാനിലുള്ളത്. BSNL ₹1 പ്ലാൻ ഓഫർ പുതിയ വരിക്കാരെ ആകർഷിക്കാൻ തന്നെ ആനുകൂല്യങ്ങൾ കുത്തിനിറച്ചുകൊണ്ടുള്ള ഒരു പ്രൊമോഷൻ ഓഫറാണ് എന്നുകൂടി പറയുന്നു. അതേസമയം VIയുടെ ₹1 പ്ലാൻ ഒരു റീചാർജ് പ്ലാൻ ആണ്. ഇന്ത്യൻ ടെലികോം വിപണിയിൽ ലഭ്യമായ ഏറ്റവും ചെറിയ മൂല്യമുള്ള വൗച്ചറുകളിൽ ഒന്നാണിത്. കഴിഞ്ഞ നിരവധി മാസങ്ങളായി ഈ ₹1 പ്ലാൻ VIയുടെ പ്രീപെയ്ഡ് പ്ലാനുകളുടെ പട്ടികയിലുണ്ട്. അവിടെ അതേഴ്സ് വിഭാഗത്തിൽ VI ഈ ₹1 പ്ലാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പരിമിതമായ ഔട്ട് ഗോയിങ് സൗകര്യം മാത്രമാണ് ഈ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നത്. VIയുടെ ഔദ്യോഗിക താരിഫ് വിവരങ്ങൾ പ്രകാരം ₹1 റീചാർജിൽ 75 പൈസ ടോക്ക് ടൈമും ഒരു ലോക്കൽ ഓൺലൈൻ നൈറ്റ് മിനിറ്റും ഒരു ദിവസത്തെ വാലിഡിറ്റിയും എന്നിവയുമാണ് ഉള്ളത്. ഇതിൽ ഔട്ട് ഗോയിങ് SMS ഇല്ല. അതേപോലെ സർവീസ് വാലിഡിറ്റി എക്സ്റ്റൻഷനുമില്ല. ചുരുക്കത്തിൽ വില വെറും ₹1 ഉള്ളൂ എന്നതുപോലെ തന്നെ ഇതിലെ ആനുകൂല്യങ്ങളും വളരെ കുറവാണ്. ഡേറ്റയോ ബണ്ടിൽ ചെയ്ത മറ്റ് സേവനങ്ങളോ ഇതിൽ ഉൾപ്പെടുന്നില്ല. വളരെ ചെറിയ ടോപ്പ് അപ്പ് ആവശ്യമുള്ള വരിക്കാർക്കാണ് വൗച്ചർ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. പ്രീപെയ്ഡ് ഉപഭോക്താക്കളിൽ ഒരു വിഭാഗം ഇപ്പോഴും കുറഞ്ഞ മൂല്യമുള്ള റീചാർജുകളെ ആശ്രയിക്കുന്നു. VIയുടെ ₹1 പാക്ക് ഈ വിഭാഗത്തെയാണ് ലക്ഷ്യമിടുന്നത്. വോഡഫോൺ ഐഡിയ ₹1 റീചാർജിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. കൂടാതെ അത് പിൻവലിക്കുന്നതിന്റെ സൂചനകളും ഇതുവരെ ആരും തന്നെ നൽകിയിട്ടുമില്ല എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഈ ₹1 റീചാർജ് VIയുടെ സ്റ്റാൻഡേർഡ് പ്രീപെയ്ഡ് ഓഫറുകളുടെ ഭാഗമായി തുടരുന്നുണ്ട്. ഇന്ത്യൻ ടെലികോം വിപണിയിലെ വൈവിധ്യമാർന്ന ഉപഭോഗ രീതികളെ തന്നെ ഈ പ്ലാനിന്റെ ദീർഘകാല സാന്നിധ്യം തന്നെ എടുത്തു കാണിക്കുകയും അത് മാതൃകയാക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ ടെലികോം രംഗത്ത് നിലവിൽ ഏറ്റവും അധികം പൊരുതുന്ന കമ്പനി VI തന്നെയാണ്. എല്ലാ മാസവും നിരവധി വരിക്കാർ തന്നെ VI കണക്ഷനുകൾ ഉപേക്ഷിക്കുന്നുവെന്നും പറയാം. ഇതിന് കാരണം പുതിയ വരിക്കാരെ സ്വന്തമാക്കുന്നതിൽ തന്നെ VIക്ക് വിജയിക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണെന്നും പറയുന്നു. ആകെ വരിക്കാരുടെ എണ്ണത്തിൽ VIക്ക് പിന്നിലുള്ള കമ്പനിയാണ് BSNL. ആ BSNL പോലും ഇപ്പോൾ കഴിഞ്ഞ 3 മാസമായി തുടർച്ചയായി പുതിയ വരിക്കാരെ നേടുന്നുണ്ട്. BSNLന് പുതിയ വരിക്കാരെ നേടി നൽകുന്നതിൽ തന്നെ പ്രധാന പങ്ക് വഹിച്ച അവരുടെ ₹1 ഓഫർ ആണ് എന്നതും മറ്റൊരു കാര്യമാണെന്ന് പറയാം. BSNLന്റെ പുതിയ അറിയിപ്പ് പ്രകാരം ഡിസംബർ 31 വരെയാണ് ഈ ₹1 ഓഫർ ലഭ്യമാക്കിയിരിക്കുന്നത്. അത് തന്നെ ആയാലും ഇതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 മാസത്തിലേറെയായി BSNLന് ഒരുപാട് വരിക്കാരെ സ്വന്തമാക്കാൻ സാധിച്ചു. എത്ര ശ്രമിച്ചിട്ടും ജിയോയ്ക്ക് ഇത് മറികടക്കാനായില്ല. അതുപോലെ തന്നെയാണ് VIയും ശ്രമിക്കുന്നത്. അവർക്കും ഒരിക്കലും സാധിക്കില്ല. BSNL എപ്പോഴും അവരുടെ പുതിയ ഓഫറുകൾ നൽകുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ ഓഫറുകൾ മെച്ചപ്പെട്ട രീതിയിൽ എത്തിക്കുന്നു എന്ന് തന്നെയാണ് പ്രത്യേകത.